മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി പട്ടിണിയോട് പടവെട്ടിയിട്ട് അവിടുന്ന് വിജ്ഞാനം നുകരാൻ വേണ്ടി ബഗ്ദാദിന്റെ മണ്ണിലേക്ക് കടന്നു പോയപ്പോൾ ആ മഹാനായ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ബഗ്ദാദിന്റെ തിരുമുറ്റത്ത് വിജ്ഞാന കുതുകിയായി എത്തുമ്പോൾ പട്ടിണിയോട് പടവെട്ടിയിട്ട് ബഗ്ദാദും നഗരവും അതാ ഏറ്റവും വലിയ ദാരിദ്ര്യത്തിലേക്ക് മാറുകയാണ്. ആ സമയത്താണ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയും ബഗ്ദാദിലെത്തുന്നത്. ബഗ്ദാദിലെത്തുമ്പോൾ എവിടെയും പട്ടിണിയാണ്, പരിവർത്തനമാണ്. മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ദിനങ്ങൾ പിന്നിടുകയാണ്. തന്റെ കയ്യിലിരുന്ന എല്ലാ ദിനാറുകളും തീരുകയാണ്. താൻ കൊണ്ടുവന്ന ആഹാര സാധനങ്ങൾ കഴിഞ്ഞു പോവുകയാണ്. അല്ലാ 20 ദിനങ്ങൾ പട്ടിണിയുമായി കഴിഞ്ഞു പോകുമ്പോൾ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് പട്ടിണിയോട് പടവെട്ടി ഏത് സമയവും മരിക്കാമെന്ന ഒരു സാഹചര്യം വന്നപ്പോ റയാഹീൻ സ്ട്രീറ്റിലെ മസ്ജിദ് യാസീനിലേക്ക് കടന്നു വരികയാണ്. എന്തിനാണ് കടന്നു വരുന്നത്? താൻ മരണത്തെ കൺമുമ്പിൽ കാണുകയാണ്. അതുകൊണ്ട് ഏത് സമയവും മരണം പിടികൂടാം. അങ്ങനെയാണെങ്കിൽ അത് പള്ളിയിൽ വെച്ചാകട്ടെ, അള്ളാഹുവിന്റെ പള്ളിയിൽ വെച്ച് മരിക്കാമെന്ന നീയത്തോടെ യാസീൻ മസ്ജിദിലേക്ക് കടന്നു വരുമ്പോ നടക്കാൻ കഴിയുന്നില്ല, പാദമൂടാൻ കഴിയുന്നില്ല. വിശപ്പിന്റെ ഉൾവിളിയുമായി വലിച്ച് അതാ മസ്ജിദിലേക്ക് കയറുമ്പോൾ ആ പള്ളിയുടെ മറുഭാഗത്തിരുന്നു കൊണ്ടൊരു ചെറുപ്പക്കാരൻ റൊട്ടിയും ഇറച്ചിയും എടുത്ത് ആ പൊടി അഴിച്ച് ഭക്ഷിക്കാനൊരുങ്ങുമ്പോ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി പറയുകയാണ്, ആ ചെറുപ്പക്കാരന്റെ കണ്ണിൽ ഞാൻ ഉടക്കുകയാണ്. ചെറുപ്പക്കാരൻ സന്തോഷത്തോടെ എന്നെ വിളിച്ചു, അടുത്തോട്ട് വരണം. ഞാൻ ചെന്നപ്പോൾ ആ പൊടി അഴിച്ചിട്ട് പറഞ്ഞു, നിങ്ങളും എന്റെ അതിഥിയാണ്, കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ. ഞാൻ പറഞ്ഞു, ഇല്ല, കുറഞ്ഞ ഭക്ഷണം മാത്രമേ ഉള്ളതുകൊണ്ട് സ്നേഹ പുരസ്സരം അത് നിരസിച്ചു. പക്ഷേ ചെറുപ്പക്കാരൻ വിടാൻ തയ്യാറായില്ല. നിങ്ങളും എന്നോടൊപ്പം ഉള്ളത് കഴിച്ചേ പറ്റുള്ളൂ. അവസാനം അദ്ദേഹത്തിന്റെ നിർബന്ധത്തിന്റെ മുമ്പിൽ ഞാൻ വഴങ്ങുകയാണ്. മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി പറയുകയാണ്. അവസാനം ഭക്ഷണത്തളികയുടെ മുമ്പിലിരിക്കുമ്പോ ചെറുപ്പക്കാരൻ ചോദിക്കുകയാണ്, മോനെ നീ എവിടുന്നാണ്? ഞാൻ ബഗ്ദാദിൽ നിന്നാണ്, ഞാൻ ജീലാനിക്കാരനാണ്. അതെ, ജീലാനിയിൽ നിന്നാണോ നീ വരുന്നത്? നിന്റെ ഉമ്മയുടെ പേരെന്താണ്? നിന്റെ വാപ്പയുടെ പേരെന്താണ്? എന്റെ വാപ്പ അബൂ സാലിഹാണ്. അതെ, അബൂ സാലിഹോ, അതെ, അബൂ സാലിഹാണ്. എന്നാൽ മോനെ നിന്റെ പേരെന്താണ്? എന്റെ പേര് അബ്ദുൽ ഖാദിറാണ്. കേൾക്കേണ്ട താമസമതാ. ആ ചെറുപ്പക്കാരൻ ആർപ്പട്ടഹസിച്ച് കരയുകയാണ്. മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി പറയുകയാണ്, ആ ചെറുപ്പക്കാരന്റെ കരച്ചിൽ കാണുമ്പോ ഞാൻ പകച്ചു പോവുകയാണ്. അതിഥിയായി ഞാൻ അദ്ദേഹത്തോടൊപ്പം കൂടിയിട്ട് അദ്ദേഹം എന്നോട് ഓരോ വിവരണവും ചോദിച്ചിട്ട് അതിന് ഞാൻ മറുപടി പറയുമ്പോ എന്താണ് ഈ ചെറുപ്പക്കാരനെ കരയിപ്പിച്ചത്? ഞാൻ ചോദിച്ചു, സഹോദര, എന്താണ് നിന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നത്? എന്താണ് നിന്നെ ഈ ഇനത്തിൽ കരയിപ്പിക്കാനുള്ള കാരണമെന്ന് ചോദിക്കുമ്പോ ചെറുപ്പക്കാരൻ പറയാ, അബ്ദുൽ ഖാദിർ, എന്നോട് ക്ഷമിക്കണേ, എന്നോട് സഹിക്കണേ. കാരണം എന്തെന്നറിയോ? ഞാനും ജീലാനുകാരനാണ്. ഞാനതാ ബഗ്ദാദിലേക്ക് വരുന്നുണ്ടെന്നറിഞ്ഞപ്പോ ആരോ വഴി നിങ്ങളുടെ ഉമ്മ അറിയാനിട വന്നപ്പോ നിങ്ങളുടെ ഉമ്മ 8 ദിർഹം എന്റെ കയ്യിലേൽപ്പിച്ചിട്ട് നിങ്ങൾ പോകുമ്പോ ബഗ്ദാദിൽ അബ്ദുൽ ഖാദിർ എന്ന പേരുള്ള ഒരു മുതഅല്ലിമിനെ കാണാനിട വന്നാൽ ഈ ദിർഹം എന്റെ മകന് നിങ്ങൾ കൊടുക്കണേ. അങ്ങനെ നിങ്ങളെ ഉമ്മ 8 ദിർഹം എന്നെ ഏൽപ്പിക്കുകയാ. ആ 8 ദിർഹമുമായി ഞാൻ ഈ ബഗ്ദാദിന്റെ പ്രാന്തപ്രദേശങ്ങളിലൂടെ നടന്നു പോകുമ്പോ
പലരോടും അന്വേഷിച്ചു. പക്ഷെ അബ്ദുൽ ഖാദിർ മോനെ കണ്ടെത്താൻ സാധിച്ചില്ല. ദിനങ്ങൾ പിന്നിടുകയാ. എന്റെ കയ്യിലുള്ള എല്ലാ ആഹാര സാധനങ്ങളും തീരുകയാ. ഞാൻ കൊണ്ടുവന്ന ദിർഹമുകൾ തീരുകയാ. പട്ടിണിയോട് മല്ലിടുകയാ. ചത്തമൃഗത്തിന്റെ മാംസം പോലും എനിക്ക് അനുവദനീയമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ എത്തിയപ്പോ അല്ലാ നിങ്ങളുടെ ഉമ്മ നൽകിയ 8 ദിർഹമിൽ നിന്ന് 2 ദിർഹം കൊടുത്ത് ഞാൻ വാങ്ങിയതാണ് ഈ റൊട്ടിയും ഇറച്ചിയുമെന്ന് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയോട് സംഭവം വിശദീകരിച്ചുകൊണ്ട് ചെറുപ്പക്കാരനായ മനുഷ്യനതാ കരയുമ്പോൾ സ്വന്തം വിശപ്പിനേക്കാൾ മറ്റുള്ളവന്റെ വിശപ്പിന് പ്രാധാന്യം കൊടുത്ത മുഹയ്യിദ്ദീന്റെ കാരുണ്യത്തിന്റെ കേദാരമായ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് പറയുകയാണ്, അല്ല ചെറുപ്പക്കാരാ, ഈ ആഹാരം നിനക്കുള്ളതാണ്, ഈ ഇറച്ചി നിനക്കുള്ളതാണ്, ഈ റൊട്ടി നിനക്കുള്ളതാണ്. പോരാത്തതിന് ബാക്കി 6 ദിർഹം നിന്റെ കയ്യിലുണ്ടല്ലോ, അതും ഞാൻ നിനക്ക് ഹദിയായി തരുകയാണ്. ഇങ്ങനെ കാരുണ്യത്തിന്റെ അമൃത സ്വന്തം വിശപ്പിന്റെ ഉൾവഴി മരണത്തെ മുൻപിൽ നിർത്തുമ്പോൾ പോലും അവരെന്റെ വിഷമത്തിലും പ്രയാസത്തിലും ദുഃഖത്തിലും പങ്കു ചേർന്നവരാണ് അല്ലാഹുവിന്റെ ഔലിയാകൾ. ആ കാരുണ്യത്തിന്റെ മനസ്സ് എന്നും അല്ലാഹുവിന്റെ ഔലിയാകൾ വെച്ച് പുലർത്തുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ നേരത്തെ പറഞ്ഞ മോഹനൻ എന്ന സഹോദരൻ. 50 കിലോ അരിയും ഒരു ആണും നേർച്ചയാക്കിയപ്പോ കണ്ണിന്റെ കാഴ്ച കിട്ടുകയില്ല എന്ന് വളരെ വിഷമിച്ചിന് കിട്ടില്ലെന്നതിൽ പ്രതീക്ഷയില്ലാതിരുന്ന ആ സഹോദരൻ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയിൽ പ്രതീക്ഷ വെച്ച ആ സഹോദരന്റെ പ്രതീക്ഷ അസ്തമിച്ചില്ല. 2016 മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ബഗ്ദാദിന്റെ ഏറ്റവും വലിയ സിരാ കേന്ദ്രത്തിലിരുന്ന് ഇന്നലെ കൊല്ലം ജില്ലയിലെ പ്രിയപ്പെട്ടവരെ മെഡിസിറ്റിക്കടുത്തുള്ള തെക്കാവിന്റെ ചാരത്ത് താമസിക്കുന്ന വാടക വീട്ടിൽ താമസിക്കുന്ന മോഹനന്റെ ആ മോഹങ്ങൾക്ക് അതാ മഹാനവറുകൾ ഇന്നും നിലകൊള്ളുകയാണ്. ആ മോഹങ്ങൾ ഇന്നും പൂമണിഞ്ഞ് നിലകൊള്ളുകയാണെങ്കിൽ ആ മഹാന്മാരായ ഔലിയാകളുടെ അനുയായികളായ നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഈ മഹാന്മാര് കാണാതിരിക്കുക